മഹാഭാരതം സഹോദരങ്ങളുടെ അധികാര മത്സരത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളുടെ കഥ പറഞ്ഞ ഇതിഹാസം കൂടിയാണ്. ഈ കുരുക്ഷേത്രത്തിൽ ഏറ്റുമുട്ടിയത് സഹോദരങ്ങളായ കൗരവരും പാണ്ഡവരും മാത്രമല്ല, ഇവരുടെ മക്കളും ഇതേ കുരുക്ഷേത്രത്തിൽ പരസ്പരം ഏറ്റുമുട്ടുകയും പരസ്പരം കൊല്ലുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. സുയോധനന്റെ മകനായ ലക്ഷ്മണകുമാരനും അർജുനന്റെ മകനായ അഭിമന്യുവും തമ്മിൽ കുരുക്ഷേത്രത്തിൽ വെച്ച് ഗംഭീരമായ യുദ്ധമുണ്ടാവുകയും ഒടുവിൽ അഭിമന്യു ലക്ഷ്മണകുമാരനെ കൊല്ലുകയും ചെയ്തു. ഇതിനുശേഷമാണ് അഭിമന്യു ചക്രവ്യൂഹം ഭേദിച്ച് അകത്തേക്ക് കടക്കുന്നത്. ചക്രവ്യൂഹം ഭേദിച്ച് അകത്തെത്തിയ അഭിമന്യുവിനെ എല്ലാ യുദ്ധമര്യാദകളും തെറ്റിച്ചുകൊണ്ടാണ് കുരുവംശത്തിലെ അറിയപ്പെടുന്ന മഹാരഥന്മാർ ഉൾപ്പെടെയുള്ളവർ നേരിട്ടത്. അഭിമന്യുവിനെ ആക്രമിക്കുകയും നിരായുധനാക്കുകയും വധിക്കുകയുമാണ് ചക്രവ്യൂഹത്തിനുള്ളിൽ ഇവർ ചെയ്തത്. അഭിമന്യുവിനെ ചക്രവ്യൂഹത്തിനുള്ളിൽ വധിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ഒരാളാണ് ദുശാസനന്റെ പുത്രനായ ധർമ്മസേനൻ. അഭിമന്യു നിരായുധനാവുകയും ആക്രമിക്കപ്പെടുകയും പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തതിനു ശേഷം ഗദ കൊണ്ട് അഭിമന്യുവിനെ അടിച്ചു വീഴ്ത്തുന്നത് ദുശാസനന്റെ മകനായ ധർമ്മസേനനാണ്. അധികാര മത്സരത്തിന് വേണ്ടി, അധികാരം കൈയാളാൻ വേണ്ടി കുരുക്ഷേത്രം എന്ന യുദ്ധക്കളം സൃഷ്ടിച്ച കുരുവംശം, ആ കുരുവംശത്തിലെ സഹോദരങ്ങൾ അവരുടെ മക്കളെ കൂടെ ഇരകളാക്കിയാണ് ഈ യുദ്ധം ജയിക്കുകയും അധികാരവും കിരീടവും സിംഹാസനവും ഒക്കെ സ്വന്തമാക്കുകയും ചെയ്തത്. സ്വന്തമാക്കിയ അധികാരവും സിംഹാസനവും കിരീടവുമെല്ലാം ഒരുപാട് നാൾ ഇവർ അലങ്കരിച്ചിരുന്നു, ഇത് അനുഭവിച്ചിരുന്നു എന്നതൊക്കെ വളരെ ചിന്തിക്കേണ്ട കാര്യമാണ്. എന്തായാലും സഹോദരങ്ങൾ പരസ്പരം ഏറ്റുമുട്ടുകയും അവരുടെ മക്കളും പരസ്പരം ഏറ്റുമുട്ടി കൊലപ്പെടുത്തുകയും ഒക്കെ ചെയ്ത കുരുവംശത്തിന്റെ ഇതിഹാസം മഹാഭാരതം ഒരുപാട് തിരിച്ചറിവുകൾ കൂടി നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. അധികാരവും പണവും പൊന്നും സിംഹാസനവും കിരീടവും എല്ലാം എപ്പോഴും മത്സരത്തിനും യുദ്ധങ്ങൾക്കുമുള്ള കാരണങ്ങളാണ്.